യുഗങ്ങളായി ഈ പ്രപഞ്ചത്തിൽ നടമാടുന്ന എല്ലാ ലീലകളുടെയും സൂത്രധാരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കൗരവരുടെയും പാണ്ഡവരുടെയും ആത്യന്തിക വിധി എന്താണെന്ന് അദ്ദേഹത്തിന് മുൻപേ അറിയാമായിരുന്നു. ഓരോ ചുവടും ഓരോ സംഭാഷണവും എന്തിന് ഓരോ ശ്വാസം പോലും അദ്ദേഹത്തിന്റെ ദിവ്യമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു. താൻ തന്നെയാണ് എല്ലാത്തിന്റെയും കർമ്മിയും കാഴ്ചക്കാരനുമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ശാന്തമായിരുന്നു. ഏതൊരു പ്രതിസന്ധിയിലും അദ്ദേഹം ചിരിക്കുകയും ചിന്തിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിശ്വനാടകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സംയമനത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച അദ്ദേഹത്തെ കോപാകുലനാക്കിയ രണ്ട് അതിശക്തരായ യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധഭൂമിയിൽ ഭീഷ്മ പിതാമഹൻ പാണ്ഡവ സൈന്യത്തിന് ഒരു ഭീഷണിയായി തലയുയർത്തി നിന്നു. സ്വന്തം ഇഷ്ടപ്രകാരം മരണം വരിക്കാനുള്ള വരം ലഭിച്ച ഇച്ഛാശക്തിയുടെ ആൾ രൂപമായിരുന്ന അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നു. അസ്ത്രങ്ങളാൽ തുളഞ്ഞു കയറാത്ത ഒരു ഉരുക്ക് കോട്ട പോലെ ഭീഷ്മ പിതാമഹൻ നിന്നു. ദിവസങ്ങൾ കടന്നുപോയിട്ടും അദ്ദേഹത്തിന്റെ ശക്തി പാണ്ഡവ പടയെ തകർത്തെറിയുന്നത് കണ്ടപ്പോൾ സാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഹൃദയം ആദ്യമായി ഇളകി. സ്വന്തം വാക്ക് ലംഘിക്കേണ്ടി വന്നാലും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ധർമ്മ സംസ്ഥാപനത്തിന് അനിവാര്യമാണെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. ആ നിമിഷം സകല ശാന്തതയും കൈവിട്ട് കൃഷ്ണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി ആരെയും വധിക്കില്ല എന്ന് അദ്ദേഹം നൽകിയ പ്രതിജ്ഞ പോലും ആ രോക്ഷത്തിൽ മറന്നുപോയിരുന്നു. മണ്ണിൽ പൂണ്ടുപോയ ഒരു രഥചക്രം വലിച്ചെടുത്ത് തന്റെ സർവ്വശക്തിയും അതിൽ ആവാഹിച്ച് കൃഷ്ണൻ ഭീഷ്മ പിതാമഹന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ആ കാഴ്ച കണ്ട ഭീഷ്മർ ആനന്ദാശ്രുക്കളുടെ കൈകൂപ്പി, "വരൂ ചക്രധാരി മാധവ, അങ്ങനെ വധിക്കൂ. എന്റെ ഈ ശരീരം അങ്ങയുടെ കൈകളാൽ നശിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്." ശ്രീകൃഷ്ണന്റെ ആ സംഹാര രുദ്രമായ ഭാവം കണ്ട അർജുനൻ ഭയന്ന് വിറച്ചുപോയി. അവസാനം അർജുനൻ ഓടി ശ്രീകൃഷ്ണന്റെ കാൽക്കൽ വീണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അങ്ങനെ ഭീഷ്മർക്ക് ജീവൻ തിരിച്ചു കിട്ടി. അടുത്തത് ഗുരു ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവായിരുന്നു. സാക്ഷാൽ മഹാദേവന്റെ അംശമായി കണക്കാക്കപ്പെടുന്ന അശ്വത്ഥാമാവിന് ആയുധങ്ങളോടുള്ള പ്രാവീണ്യത്തിൽ ഭീഷ്മർക്കൊപ്പമോ അതിലധികമോ ശക്തി ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങി അധികം വൈകാതെ തന്നെ നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാൻ പോകുന്നത്ര ആയുധബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം കൃഷ്ണന്റെ പദ്ധതികളായി മുന്നോട്ട് പോകുമ്പോൾ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഭ്രാന്തമായ പ്രതികാരത്തോടെ അശ്വത്ഥാമാവ് ചെയ്ത ഒരു പ്രവൃത്തി കൃഷ്ണന്റെ കോപം വീണ്ടും ആളി കത്തിച്ചു. അദ്ദേഹം തന്റെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും അപകടകാരിയായ ആയുധമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അത് ഏതെങ്കിലും സൈന്യത്തിന് നേർക്കല്ല, മറിച്ച് പാണ്ഡവ വംശം പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി ഉത്തരയുടെ ഗർഭപാത്രം ലക്ഷ്യമാക്കിയാണ് പ്രയോഗിച്ചത്. ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ കൃഷ്ണൻ കോപാന്ധനായി. ധർമ്മം നിലനിർത്താൻ നടത്തിയ യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പുതിയ തലമുറയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ പ്രവൃത്തിയെ കൃഷ്ണൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കൃഷ്ണൻ ഉടൻ തന്നെ തന്റെ ദിവ്യമായ ശക്തിയാൽ ബ്രഹ്മാസ്ത്രത്തെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അശ്വത്ഥാമാവിന്റെ നെറ്റിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് ശക്തി നൽകിയിരുന്ന മണി അഥവാ കാന്തികമായ ആഭരണം ബലമായി പറിച്ചെടുത്തു. തുടർന്ന് അശ്വത്ഥാമാവിനെ ശാപഗ്രസ്തനാക്കി യുഗാന്ത്യം വരെ ഭൂമിയിൽ അലഞ്ഞുതിരിയാൻ വിധിച്ചു. കാരണം കൃഷ്ണൻ തുടങ്ങിവെച്ച ധർമ്മ സംസ്ഥാപനമെന്ന മഹായജ്ഞത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ പോലും പൊലിയുന്നത് അദ്ദേഹത്തിന് ക്ഷമിക്കാനാവാത്തതായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ നാഥനായ ശ്രീകൃഷ്ണനെ പോലും അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും കോപാകുലനാക്കുകയും ചെയ്ത ഈ രണ്ട് മഹാരഥന്മാരുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. രാധേ രാധേ.